ആരടാ ആരടാ കണ്ണൻ? ഇവിടെയുണ്ട് നേതാവേ. അതാ ഇവൻ തന്നെ. നമസ്കാരം സാറേ. ആ ആരടാ നീ? നിന്നെ കണ്ട ഒരു ഓർമ്മയില്ലല്ലോ എനിക്ക്. എങ്ങനെ ഓർമ്മ വരും സാറേ? വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും മുഖം മറക്കില്ലേ? ദേഷ്യപ്പെടല്ലേ മോനെ? എന്തുവാ നീ ആരടുത്ത് എന്തുവാ പറയുന്നത് നിനക്കറിയോ? ചേട്ടാ, ഞാനതിന് എന്താ തെറ്റായിട്ട് പറഞ്ഞു? ഒന്നും ചെയ്യാൻ പറ്റാത്തവൻ എന്തോ ചെയ്തപ്പോഴല്ലേ ഓർമ്മ വരുന്നത്. ഞാൻ എന്റെ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്തിനാ വരാൻ പറഞ്ഞേ? ആരോടാ നിക്കടാ? നിന്നെ ഇവിടെ ഞണ്ണാൻ വിളിച്ചതല്ല. എന്താ എനിക്കെതിരായി പാർട്ടി ഉണ്ടാക്കുക? വോട്ട് ചെയ്ത് നീ പറയുന്നുണ്ടല്ലോ. വോട്ട് ചെയ്ത നിന്റെ ഫോട്ടോ വീട്ടിൽ വെക്കണോ? ചുമ്മാതല്ലോ, കാശ് മേടിച്ചിട്ടല്ലേ. എന്നോട് സംസാരിക്കാൻ ഒരു യോഗ്യതയില്ല. എടാ 5 വർഷം കൊണ്ട് ഉണ്ടാക്കേണ്ടതെല്ലാം ഉണ്ടാക്കിയടാ ഞാൻ. നിന്റെ ചെറിയ വീടിന് വേണ്ടി നീ കുറെ കടന്ന് ചാടുന്നുണ്ടല്ലോ. ഈ നിലയിലെത്താൻ എത്ര ഞാൻ ചെലവാക്കിയെന്നറിയുവോ? കോടിക്കണക്കിന് ഇറക്കി കളിച്ചതാ. ഇത്രയും ചെലവാക്കിയിട്ട് കുനിഞ്ഞിരിക്കാൻ പറ്റുവോടാ? ഇട്ടത് എടുക്കണം. ഇത് രാഷ്ട്രീയമല്ല, വ്യാപാരമാണ്. സാറേ, എനിക്ക് രാഷ്ട്രീയം അറിയില്ല, വ്യാപാരം അറിയില്ല. ആ വീടാണ് എനിക്കെല്ലാം. സാറിനത് വെറും കല്ലും മണ്ണുമായിരിക്കും. ഞങ്ങൾക്കതാണെല്ലാം. വീടിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, എവിടെ വേണമെങ്കിലും പോവും. ഇവനെ കൊണ്ട് ഞാൻ തോറ്റുപോകും. നീ എവിടെ പോകും? എവിടെ വരെ പോകും? കോർപ്പറേഷൻ കമ്മീഷണർ, MLA, MP, മിനിസ്റ്ററുടെ അടുത്ത്? എവിടെ പോയാലും ചുറ്റി എൻ്റെ അടുത്ത് തന്നെ വരണം. ഞാനെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് സാറേ. ഇന്ന് വേണമെങ്കിൽ സാർ CM ആയിരിക്കും, ഞാൻ ഒരു സാധാരണയാളും. പക്ഷെ തെരഞ്ഞെടുപ്പിൽ സാർ തോറ്റ നിങ്ങളും ഒരു സാധാരണയാളാകും. ആ അധികാരം കിട്ടാൻ വീണ്ടും ഞങ്ങളെ തേടി വരണം. അധികാരം വെച്ച് വരട്ടരുത്. സാർ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുമെങ്കിൽ ഞാൻ എൻ്റെ വീടിന് വേണ്ടി എന്തും ചെയ്യും. എന്ത് ചെയ്യൂടാ നീ? എന്ത് ചെയ്യുമെന്നാ? മിണ്ടാതിരുന്നാ നീ തലേ കയറുവോ? ഞാനിവിടെ വായി നോക്കാനിരിക്കുമെന്ന് വിചാരിച്ചോ? ഒരു കൗൺസിലർ ചത്ത എല്ലാം നീ നിർത്തിക്കളയുവോ? ഇങ്ങോട്ട് നോക്കടാ. ഞാൻ ഈ നില റിവൺ കണ്ടിച്ച് വന്നതല്ല, കഴുത്തറുത്ത് വന്നതാ. ഇലക്ഷന്റെ സമയമല്ല, നിന്നെ ഞാൻ കൊന്നു കൊഴിച്ചു മൂടിയാനാ. പറഞ്ഞു വിടറാ ഇവനെ. എന്താ മോനെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ? നിന്റെ നല്ല സമയം, നിനക്ക് ജീവൻ തിരിച്ചു കിട്ടി. ആദ്യം നീ ഇവിടുന്ന് പോയേ. പോ. എവിടെ വരെ പോകും? കോർപ്പറേഷൻ കമ്മീഷണർ, MLA, MP, മിനിസ്റ്ററുടെ അടുത്ത്? എവിടെ പോയാലും ചുറ്റി എൻ്റെ അടുത്ത് തന്നെ വരണം. ഒരു കൗൺസിലർ ചത്ത എല്ലാം നീ നിർത്തിക്കളയൂ. ചേച്ചി, നമ്മുടെ സ്വന്തം രമണി ചേച്ചി, നമ്മുടെ സ്വന്തം രമണി ചേച്ചി. ചേച്ചി, വെറൂർ ഇഡലിക്കട തുടങ്ങിയ ചേച്ചി ഇപ്പൊ ഇവിടം വരെ വന്ന് നിൽക്കുകയല്ലേ? ഇതിനു മേലെ പോണ്ടേ? എന്താണ് പറയുന്നത്? ചേച്ചി, ഈ പ്രാവശ്യം നടന്ന വോട്ടെടുപ്പില് ഭൂരിഭാഗവും ജയിച്ചിരിക്കുന്നത് ഇടതുപക്ഷക്കാരാണ്. ചേച്ചിയുടെ ഭാഗ്യം കൊണ്ട് മേയർ പദവി പെണ്ണുങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. നേരാണ് ഈ പറയുന്നത്. ഇതുപോലും അറിയാതെ കൗൺസിലറായി. ഞാൻ പറയാം, അവരുടെ ഭാഗ്യക്കേട് കൊണ്ട് അവരുടെ പാർട്ടിയിൽ ഒരു പെൺ കൗൺസിലർ പോലുമില്ല. ചേച്ചിയുടെ ഭാഗ്യം ചേച്ചി ഒരു പെണ്ണായതാണ്. VTM പാർട്ടിയുടെ നേതാവിനെ പോയി കാണ്. ഒരു പൊന്നാട അണിയിക്ക്. നമ്മുടെ നാടിന്റെ അടുത്ത മേയർ രമണി ചേച്ചി. രമണി ചേച്ചി, രമണി ചേച്ചി. ഞാൻ ചോദിക്കട്ടെ? അതെ, അയ്യപ്പ തല മുഴുവൻ നര കയറിയിരിക്കുക. എന്നിട്ട് പറയാം യൂത്തിൽ ഒരു അതെല്ലാം ചേർക്കാൻ പോകും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നാളെ രാവിലെ ഫ്രണ്ട് പേജിൽ തന്നെ വരണം. മേയർ രമണി ചേച്ചിയുടെ ആഭിമുഖ്യത്തിൽ എക്സ് കൗൺസിലർ മുരളി അണികളോടൊപ്പം പാർട്ടിയിൽ വന്ന് ചേർന്നു. എടാ നിക്കടാ, വെറും മേയർന്ന് വേണ്ട, പെൻ ഷേഖുവാരം ഇട്ടേക്ക്. ഷേഖുവാരെന്ന് പറഞ്ഞാരാ? ആർക്കറിയാം, എല്ലാരും ബെനീനെ ഇട്ടോണ്ട് നടക്കും. നീ ഇട് മോനെ. നിന്നെ ഷേഖുവാർ ആരാന്നറിയോ? അയാൾ ഒരു കോടീശ്വരനും പിന്നെ ഒരു വീര പോരാളിയുമായിരുന്നു. സേ എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്നർത്ഥം. മാറ്റങ്ങൾ വരുത്താത്ത എല്ലാ വാക്കുകളും വേസ്റ്റ് ആണെന്ന് അയാൾ പറഞ്ഞിരുന്നത്. ബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നല്ലോ. അറിവുള്ള ആളാ. അതുകൊണ്ടല്ലേ ഞാൻ വാച്ച്മാനായിട്ട് നീ പാർട്ടിയിലുള്ളത്. അറിവിനും രാഷ്ട്രീയത്തിനും എന്താ ബന്ധം? ആപ്പിൾ, മൽഗോവ, മാമ്പഴം. വരൂ 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 വരൂ. 5000 മാറ്റി വെച്ചിട്ട് ബാക്കി 250 രൂപ. രമണി എന്ന ഞാൻ ഈശ്വരൻ മുൻപാകെ സാക്ഷിയായി എന്റെ സഹോദരൻ കമൽഹാസനാണ് സത്യം. ഈ നഗരസഭയുടെ മേയറായി ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉത്തരവാദിത്വം സത്യസന്ധമായും മനസാക്ഷിയോടെയും ഞാൻ ആത്മാർത്ഥമായി ചെയ്തു കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മേയർ രമണി ചേച്ചി, മേയർ രമണി ചേച്ചി.
വളരെ നന്ദിയുണ്ട് മക്കളെ. എന്തിന്? എവിടെയോ കിടന്ന് എന്നെയല്ലേ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എല്ലാം നീ എന്നോട് കാരണം. നന്ദി പറയണ്ട, ഇവരോടെല്ലാം പറയേ. ചേച്ചിയെ വിശ്വസിച്ച് ഇവരെല്ലാം വോട്ട് ചെയ്തില്ലേ, ചേച്ചിയെ കൊണ്ടാകുന്നത് ഇവർക്ക് ചെയ്തു കൊടുക്ക്. ഇതൊക്കെ മോൻ പറഞ്ഞു തരണോ എന്നോട്? തീർച്ചയായും ചെയ്തിരിക്കും. അടിപൊളി. അവൻ ഒരുത്തനാ അവളെ ജയിപ്പിച്ച് കൗൺസിലർ ആക്കിയത് എന്ന് നിങ്ങൾ ഐഡിയ കൊടുത്ത് അവളെ മേയറും ആക്കി വെച്ചില്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാന്ന് എനിക്ക് നീ ഒന്ന് തോന്നുന്നു. മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? തോറ്റത് നീയല്ല, ഞാനാ. ഇന്ന് ട്രിവാൻഡ്രം, നാളെ കേരളം മൊത്തം. അവൻ അറിയില്ല, അവനെ ഞാൻ മനസ്സിലാക്കി കൊടുക്കും. അവൻ മനസ്സിലാക്കും. വിടില്ല ഞാൻ. പാർക്കിംഗ് കോൺട്രാക്ട് അല്ലേ, അത് ഞാൻ സംസാരിച്ചോളാം മേയറോട്. അല്ല അയ്യപ്പ, സന്തോഷത്തോടെ ചായ കുടിക്കാനല്ലേ? ചായ കുടിക്കുന്നതിൽ എന്ത് സന്തോഷമെന്നാ? ഇതിലെന്താ എത്ര വലിയ കാര്യം? എന്താ അയ്യപ്പ ദേഷ്യപ്പെടുന്നത്? പിന്നല്ലാതെ രമണി ചേച്ചിയെ മേയറാക്കി. ആ ബീഡി സ്വാമിയെ BBC ലെവലിലേക്ക് ഫേമസ് ആക്കുകയും ചെയ്തു. പക്ഷെ ആദ്യമായിട്ട് നിന്നെ ഓട്ടോയിൽ കയറ്റി എന്നെ കറിയിലിട്ടിരിക്കുന്ന കരിയാപ്പല പോലെ എന്നെ എടുത്ത് പുറത്ത് കളഞ്ഞല്ലടാ. എന്താടാ ലൈൻ പൊട്ടിപ്പോയോ? ലൈൻ റിവേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുക, ലൈഫും റിവേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുക. എന്നാ ടോപ്പ് ഗിയർ ഇട്ടാലോ? മോനെ, സോറി ചേച്ചി, ഡിസ്റ്റർബ് ആയോ? അങ്ങനെയൊന്നും ഇല്ലടാ മോനെ. എനിക്കൊരു സഹായം ചെയ്യോ? എന്താന്ന് പറ. ഞാൻ ഒരാളുടെ പേര് പറയാം, അവനെ ജോലിക്ക് വെക്കോ അവിടെ? നീ പറഞ്ഞ ഞാൻ കഴുതെ കൂടെ ജോലിക്ക് വെക്കില്ലേ? അയ്യോ, കഴുതിയൊന്നും വെക്കണ്ട ചേച്ചി, നമ്മുടെ അയ്യപ്പനെ ജോലിക്ക് വെച്ചോ. അതിനെന്താ നീ ഇങ്ങോട്ട് അയക്കടാ. അത് കൊള്ളാം, താങ്ക്സ് ചേച്ചി. ഓക്കെ അല്ലേ? അടിപൊളി. നൈസ് ജോക്ക്. ചിരി വരുന്നില്ല. ഏയ് ഡ്രൈവർ, എന്താ ജോലിക്ക് വരാഞ്ഞേ? ജോലിയോ? US പ്രസിഡന്റിന്റെ ജോലി. Hello. ശമ്പളം 10,000, ചോദിക്കുന്ന ചോദ്യത്തിന് 1 ലക്ഷവും. നോൺസെൻസ്. ഗേൾസ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയണേ, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നൈറ്റിൽ ബോയ് ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുമ്പോൾ കൊതു കടിക്കുമോ? പറഞ്ഞാൽ മതി, ഞാൻ മരുന്നടിച്ചു തരാം. ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ ബൈക്കിൽ പോകുമ്പോൾ റോഡിൽ ഹമ്പ് കുറവാണെങ്കിൽ ഞാൻ ഹമ്പിന്റെ എണ്ണം കൂട്ടി തരാം. പാത്തും പാതെങ്കിൽ സംസാരിക്കാൻ ഞാൻ കഫേയുടെ എണ്ണം കൂട്ടി തരാം. കാരണം എന്താന്ന് വെച്ചാൽ കോർപ്പറേഷൻ ഇപ്പൊ നമ്മുടെ കയ്യിലല്ലേ. ഏയ്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ എന്താ ഇങ്ങനെ ഭ്രാന്തനെ പോലെ? ഭ്രാന്തോ? അല്ല കുട്ടി, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഞാൻ ആരാ, എന്റെ ഇമ വെട്ടിയാൽ എന്ത് സംഭവിക്കും, എന്റെ കൈ അനങ്ങിയാൽ എന്ത് സംഭവിക്കും, അതുപോലെ എന്റെ ഏതൊക്കെ അനങ്ങിയാൽ എന്ത് സംഭവിക്കും എന്നറിയില്ല. അയ്യോ, ഞാൻ എന്നെ പുകഴ്ത്തി പറഞ്ഞാൽ പിന്നെ അതിന്റെ രസം പോവില്ലേ? വേറെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നെ പുകഴ്ത്തി പറയാൻ? ആരുമില്ല, ഇയാള് തന്നെ പറ. പറയാം. PA, മേയർ രമണിയുടെ PA വെച്ചോട്ടെ. അതുകൊണ്ട് ഇനി നിങ്ങളുടെ കാറിന്റെ ഡ്രൈവറായിട്ടിരിക്കാൻ പറ്റില്ല. വേണ്ടെങ്കിൽ കാർ എടുത്ത് കുപ്പയിലോട്ടിട്, പറ്റുമെങ്കിൽ നിങ്ങളുടെ തന്തയും കൂടെ എടുത്തിട്. അയ്യപ്പാ, ക്ഷമിക്കണം. രജനി അയ്യപ്പൻ, ഡ്രൈവർ. സാറേ, ലൈൻ സ്ട്രോങ് ആയോ? വളരെ നന്ദിയുണ്ടേ. അതെ, എവിടെയോ കിടന്ന് എന്നെ മേയറോടൊപ്പം ജോലി ചെയ്യാൻ അവസരം വാങ്ങി തന്നിട്ട് മദ്യം വാങ്ങി എനിക്ക് ഊറ്റിയും തരുന്നുണ്ടല്ലോ. നിങ്ങളൊരു മഹാമനസ്കനാണേ. ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളുടെ അമ്മായിയുടെ മോള് ശ്രീദേവി നിങ്ങളെ എടുത്ത് വെറുതെ വെളി കളയാൻ എങ്ങനെയാ അവക്ക് മനസ്സുണ്ടായത്? എടാ നിർത്ത്, അതെന്റെ പ്രശ്നം, ഞാൻ നോക്കിയോളാം. വെള്ളമടിക്കാൻ ഒരു കാരണം നോക്കരുത്. വന്നല്ലോ ഇവിടെ, കുടിക്ക്. ചിയേഴ്സ് ഉണ്ടേ. എടാ നിർത്ത്, വെള്ളമടിച്ച് വാള് വെച്ച് പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ. എന്താ ഇത്? ചാരായം വാങ്ങി തന്നിട്ട് എന്നെ വെറുതെ നാണം കിടത്തുന്നത് എന്തിനാ? അതാ വെള്ളമടിച്ച എല്ലാരും റോഡിൽ കിടന്ന് ഉരുളത്തില്ലേ? അത് കുടിച്ചതിന് ശേഷം മനസ്സ് എങ്ങോട്ട് പോകാൻ പറയുന്നോ അങ്ങോട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കണമെന്നേ, അങ്ങനെയല്ലേ? അതാ വെള്ളമടിച്ച പറഞ്ഞ കാര്യം പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരിക്കത്തില്ലേ? അതെ, അത് മദ്യപിക്കാത്ത ആൾക്കാർക്കാ. അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ വീണ്ടും വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. എടാ, നീ എന്ത് പറഞ്ഞാലും കുടിയാരെ കൊണ്ട് ശല്യ. ശബ്ദിക്കരുത്, ഞാൻ സംസാരിച്ചോളാം. ഇപ്പൊ ഞാൻ എന്താ തെറ്റായിട്ട് പറഞ്ഞു? തെറ്റ് തന്നെയാണ് പറഞ്ഞത്. കള്ളുകൂടിനെ കുറിച്ച് എനിക്ക് എന്തറിയാം? ഒരു മരിച്ച വീട്ടിലാണെങ്കിൽ വെള്ളം അടിച്ചിട്ട് പോയി കരയണം, അപ്പോഴേ ആത്മാവിന് ശാന്തി കിട്ടിയുള്ളൂ. ഒരു കല്യാണ വീടാണെങ്കിൽ അവിടെ കുടിച്ചിട്ട് പോയി ശല്യം ഉണ്ടാക്കണം. അതാണ് കല്യാണത്തിന്റെ അന്തസ്. തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്ന് ബിസിലടിക്കുന്ന ആരാ? എന്നെ പോലെ ഒരു കള്ളുകൂടിയൻ. ഒരു കാര്യം ഓർത്തോ, കള്ളുകൂടിയനില്ലാത്ത വീടും ഓട്ട വീണ കുടവും ഒന്നാ. എന്താടാ കുടിക്കുന്നതിന് മുമ്പ് ഇത്ര സംസാരിക്കുന്നേ? ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കും. നീ എന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞു, ഞാൻ ഒന്നും മിണ്ടില്ല. പക്ഷെ കള്ളുകൂടിയെ പറ്റി മാത്രം പറഞ്ഞാൽ വിട്ടുതരില്ല. കുടിയെ പറ്റി പറയാൻ എനിക്ക് എന്താ യോഗ്യത? താൻ എപ്പോഴും കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ട് പറ, എന്നാ കുടിച്ചിട്ട് പറ. കുടിച്ചു കഴിഞ്ഞ് കുടിയാനെ പറ്റി നീ സംസാരിക്കേ. കുടിക്കടാ. കുടിച്ചതിന് ശേഷം പറ. എങ്ങനെ ഉണ്ട്? സൂപ്പർ രജനി. കലക്കിയാണ്.